ലൈനപ്പൊക്കെ സീനായിരിക്കും. അപ്പം ഈ ഡീഡോസ് അടിക്കുന്ന ഈഗിൾ ബ്രോ പറഞ്ഞു ഗൈസ്, ഡീഡോസ് അടിക്കുന്ന അല്ല വേണ്ട, ഡീഡോസ് അടിക്കുന്ന നല്ല പുന്നാര മോനെ നമുക്കറിയാം. മഹത് വ്യക്തി, അത് മതി. നമുക്കറിയാം ആരാ അടിക്കുന്നത് വ്യക്തമായിട്ട് അറിയാം. ഈ ലൈവ് അവൻ കാണുന്നുണ്ടെങ്കിൽ മോനെ ബേസിലെ ശരി ഇവിടെ നിർത്തിക്കോ, നീ ബാക്കി ഞാൻ പറയുന്നില്ല, നീ ഇവിടെ നിർത്തിക്കോ. ഇപ്പം നീ വിചാരിക്കുന്നുണ്ടാവും നിന്നെ ആർക്കും അറിയത്തില്ല, നിന്നെ ആർക്കും അറിയാൻ വഴിയില്ല, നിന്നെ ഒരുത്തരും കണ്ടുപിടിക്കത്തില്ല എന്നൊക്കെ. മോനെ കുട്ടാ, ഞങ്ങൾ നിന്റെ വീട്ടിലൊന്നും വരത്തില്ല, ഞാനത് പറയും. നമ്മൾ നിന്റെ വീട്ടിലൊന്നും വരാൻ നിൽക്കത്തില്ല. നിന്റെ വീട്ടിൽ ഇനി വന്ന് നിൽക്കാൻ വന്ന് ചിലപ്പോൾ പോലീസുകാരായിരിക്കും. ഇത് നിന്റെ ഫസ്റ്റും ലാസ്റ്റും മാണിങ്ങായിട്ട് നീ കരുതിയാൽ മതി, നിർത്തിക്കോ. ഞാനത് വേറൊരു സെപ്പറേറ്റ് ലൈവ് ഇട്ട് പറയണമെന്നായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇത്രയും പറഞ്ഞിരിക്കുക. ബേസിൽ എല്ലാ ഡിസ്ട്രിക്റ്റും ഇല്ലേ ബ്രോ, ജില്ലയോടെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഉറപ്പോടെ ആയിക്കോട്ടെ, അവൻ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജില്ല വേണോ സ്ഥലപ്പേര് വേണോ? സ്ഥലപ്പേരങ്ങ് പറയാം, വേണ്ട ജില്ല പറയാം. പിന്നെ വീട്ടുപേര് ഇപ്പൊ വേണ്ടായിരുന്നു. വീട്ടുപേര് അവൻ ഇനിയും അവൻ ഇമാതിരി പോയി കിഴപ്പാണെന്നുണ്ടെങ്കിൽ വീട്ടുപേരും എല്ലാം കൂടെ വെച്ചിട്ട് അവൻ കൊടുക്കാം നമുക്ക്. മോനെ കുട്ടാ, നീ വയനാടാണെന്നും സുൽത്താൻ ബത്തേരി ആണെന്നും എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വയനാട് ചുരത്തിൻ്റെ മൂട്ടിലാണെന്നും എല്ലാം അറിയാം. അതുകൊണ്ട് നീ അത് നമ്മൾ ചുമ്മാ നിന്നെ പേടിപ്പിക്കാനാണെന്ന് നീ കരുതരുത്. നിന്റെ പ്രായം കണക്കിലെടുത്ത് ഓക്കെ എന്നും പറഞ്ഞിരിക്കുന്നതാണ്. നീ അത് ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിന്റെ വീട്ടിൽ വന്നിട്ടായിരിക്കും നിൽക്കുന്നത്. ഞാനല്ല, പോലീസുകാർ കേട്ടോ. എനിക്ക് സമയമില്ല ഇനി. ഞാൻ ബേസും ജോസഫ് എന്ന് പറഞ്ഞില്ല, തോന്നിയാസം പറയരുത്, ഞാൻ പറയാത്ത കാര്യമൊന്നും പറയരുത്. ഈ പെണ്ണ് എങ്ങനെയായിരുന്നു? സെറ്റ് പെണ്ണ് അപ്പ PL കുറഞ്ഞ് ഗ്യാങ് കുറഞ്ഞോ? അപ്പോൾ അവൻ വേറെ എന്തെങ്കിലും സെർവറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ അറിഞ്ഞത് അതുപോലെ ഉണ്ടല്ലേ. ഓക്കെ, ആണ് പറഞ്ഞുകൊണ്ട് ഞാൻ സെർവറിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ വിഴുങ്ങിയത്. ഇപ്പം ഇത് ഏത് ഗ്യാങ്സാണെന്ന് അറിയുമെന്നോ? ഏതാ ടർഫ്? ചെമ്പറൽസ് അല്ലേ? എന്താ എനിക്ക് നോ ക്ലിപ്പ് വർക്കാവാത്തെ? TX ഇട്ടില്ലേ എനിക്ക്? ഹലോ TX, അല്ല ഗൈസ്, ഇതിപ്പോൾ അവർക്ക് അറിയാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അറിയത്തില്ലായിരിക്കും, വെറുതെ എന്തിനാ നമ്മളായിട്ട്. ഗൈസ് ഞാൻ ഇത്രയും പറയാം, നമുക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ കോമ്പറ്റീഷനോ ഇല്ല. സിമ്പിളാണ്. ഓക്കെ, അതിവിടെ ആളുണ്ടായിരുന്നപ്പോഴും ആളില്ലാത്തപ്പോഴും. ഓക്കെ, ഈ സെർവർ തുടങ്ങിയ ഡേ 1 തൊട്ട് ഈ സെർവറിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം തഴക്കവും പഴക്കവും ആയി. നമുക്ക് കുറച്ച് എക്സ്ട്രാ ചിലവായിട്ടുണ്ട്. സാരമില്ല, അതിൻ്റെ ഇത് റണ്ണിങ് എന്നുള്ളൊരു ഇവിടെ നമ്മൾ കണ്ടോളാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പ്ലെയർ ബ്ലിപ്പ് ഉണ്ടാക്കുന്നത് എന്നാ ഉണ്ടോ നോക്കി? ഉണ്ടോ? കീ ഞാൻ മാറ്റിയെന്ന് തോന്നുന്നു. ഡെമോഡല്ലേ? ഡെമോഡ് ഓൺ ആക്കിയിട്ട് മറ്റേ അവിടെ സെർച്ച് ചെയ്താൽ മതി. ബ്ലിപ്പെന്ന് മണ്ടയ്ക്ക് സെർച്ച് മണ്ടയ്ക്ക് ബ്ലിപ്പ് അല്ലേ? അത് മറ്റേ ഇതാക്കി കിട്ടും. കിൽഫീഡൊക്കെ ഓണാക്കുന്ന അങ്ങനെയായിരുന്നു. അത് ഓട്ടോ. അയ്യോ, അവര് ഡിഫെൻഡിങ്ങിന് സെറ്റ് ആക്കുമായിരുന്നു തോന്നുന്നു ബ്രോ. ഞാൻ അവിടെ പോയി നോക്കിക്കൊടുക്കുന്നതാ. ഹഡ്രാഗ് അടിച്ച് ഹഡ്രാഗോ ഹഡ് ഡ്രാഗ് അടി. ഈ താഴത്തെ മാറ്റാൻ വേണ്ടിട്ടാണോ? അല്ലല്ല, പിന്നെ ഞാൻ കില്ലിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നിങ്ങൾ ഇഷ്ടമുള്ള പൊസിഷൻ വെച്ചിട്ട് അത് വലുതാക്ക്. റൈറ്റ് സൈഡ് ടോപ്പ് ഇച്ചിരി വലുതാക്കിയോ? തീരെ ചെറുതായിരിക്കും. ഇല്ല ഡൈനു ഞാൻ ലൈവ് ഇട്ടല്ലേ. ഡൈനു നല്ല കിക്കി പോയി ഒരു വ്യൂ തരരുത് കേട്ടോ. ലോഗിൻ ചെയ്യണം. കിട്ടിയോ? ലോഗിൻ ചെയ്യട്ടെ. ആപ്ലിക്കേഷൻ ഉണ്ടോ ഇതിന്? വലുതാക്കണേ കുറച്ച്. തീരെ ചെറുതായിരിക്കും. പ്ലേസിന് കാണാൻ ഇത്ര കാണാം. അത്ര മതിയോ? എന്റെ കണ്ണടിച്ചു പോകും. പിന്നെ ഡൈനുവിന്റെ പുതിയൊരു സാധനം വന്നെന്ന് കേട്ടോ. പിന്നെ സെറ്റിംഗ്സ് അടിക്കും.